പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിന്റെ സമ്മർദ്ദത്തിന് അയവ് നൽകി എല്ലാ പ്രേക്ഷകരും ക്രിക്കറ്റ് ആവേശത്തിലേക്ക് മാറുന്ന മണിക്കൂറാണ്. മൂന്നാം ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ടോസ് നേടിയ ന്യൂസിലൻഡ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചിരിക്കുന്നു. എല്ലാ പ്രതീക്ഷയും സഞ്ജു സാംസണിലാണ്. സഞ്ജുവിന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു റൺ വേട്ട കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും മൂന്നാം കപ്പ് ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് ഒരു എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നമുക്കറിയിക്കാം. ഓൾ ദ ബെസ്റ്റ് ടീം ഇന്ത്യ. മികച്ച പെർഫോമൻസും കപ്പും പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അതിനുശേഷം നമ്മുടെ ഡിബേറ്റിലേക്ക് കടക്കാം. ഒൻപതാം ദിനവും അയവില്ലാതെ ഇറാനിൽ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം. ടെഹ്റാനിലേതുൾപ്പെടെ 3 എണ്ണ സംഭരണശാലകൾ തീഗോളമായി. കനത്ത പ്രത്യാക്രമണമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ നടത്തുന്നത്. കുവൈറ്റിലും ഖത്തറിലും സൗദിയിലും UAE-യിലും ഇറാന്റെ ആക്രമണമുണ്ടായി. കുവൈറ്റിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും UAE വ്യോമ പ്രതിരോധ സംവിധാനം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ആക്രമണത്തിനിടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേറ്റതായി ബഹ്റൈൻ അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചതിൽ മാപ്പപേക്ഷിച്ച ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാന്റെ പ്രസ്താവന തിരുത്തി. തന്റെ വാക്കുകൾ ശത്രുക്കൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ഇറാനെ ആക്രമിച്ചാൽ എവിടേക്കാണെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്ന് അറിയിച്ചു. ഇറാനിലെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രത്യേക സമിതി ഒരു തീരുമാനത്തിലെത്തിയതായി സമിതി അംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരുപാധിക കീഴടങ്ങൽ ആവശ്യപ്പെടുന്ന അമേരിക്കയോടും ഇസ്രയേലിനോടും ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമ്പോൾ സംഘർഷത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഗൾഫ് മേഖലയാണ്. 1 കോടിയോളം വരുന്ന മലയാളികൾ അധിവസിക്കുന്ന മേഖലയിലെ സാഹചര്യങ്ങൾ സങ്കീർണമോ? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന വിഷയം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിർമ്മൽ എബ്രഹാം വിദേശകാര്യ വിദഗ്ധൻ, PM നാരായണൻ മാധ്യമപ്രവർത്തകൻ, ചെസിൽ ചെറിയാൻ കുവൈറ്റ് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധിയാണ് അദ്ദേഹം, ഫൈസൽ ബഹ്റൈനിൽ നിന്ന് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധി, സുരേഷ് കരയാട് കുവൈറ്റിൽ നിന്ന് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധി, അജി കുര്യാക്കോസ് ദുബായിൽ നിന്ന്, സലിം ചോലമുഖത്ത് അബുദാബിയിൽ നിന്ന്. ഈ അതിഥികളാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. ആദ്യം ഫൈസലാണ് നമുക്കൊപ്പം ചേരുന്നത് ബഹ്റൈനിൽ നിന്ന്. ഫൈസൽ, വലിയ രീതിയിലുള്ള സ്ട്രൈക്ക് ഇന്നും ഗൾഫിലെ ഓരോ മേഖലകളും ലക്ഷ്യമിട്ടുണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ബഹ്റൈനിൽ ഇന്ന് ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടം ആക്രമിക്കപ്പെട്ടതിന്റെ വിവരമുണ്ട്. ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും വലിയ 3ാമത്തെ സിറ്റിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വാട്ടർ ശുദ്ധീകരണശാലയിലേക്കും ആക്രമണമുണ്ടായി എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് ബഹ്റൈനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ആദ്യം എല്ലാവർക്കും നമസ്കാരം. ബഹ്റൈനിലോ അല്ലെങ്കിൽ ഗൾഫ് മൊത്തത്തിലോ യുദ്ധത്തിന്റെ ഒരു അരക്ഷിതാവസ്ഥ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. യുദ്ധഭീതിയുണ്ട്, എല്ലാവരും നല്ല യുദ്ധഭീതിയുണ്ട്. മാധ്യമങ്ങൾ വരുന്നത് പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെയോ വലിയൊരു അരക്ഷിതാവസ്ഥ ഈ ഭൂമികയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതിന് പ്രത്യേക കാരണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കരുതൽ തന്നെയാണ്. മഹാമാരിയായിരുന്ന കോവിഡ് വന്നപ്പോൾ പോലും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും വാതിലുകൾ അടച്ചപ്പോൾ അകത്തും പുറത്തും വാതിലുകൾ തുറന്നിട്ട ഒരു രാജ്യമാണ് ഞാൻ അടക്കം വസിക്കുന്ന ബഹ്റൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ ഇവിടുത്തെ പൗരന്മാരെയും വിദേശത്ത് നിന്ന് ഇവിടെ ജോലിക്കെത്തിയ നമ്മളെപ്പോലുള്ള ആളുകളെയും എല്ലാവരെയും ഒരേ പരിഗണനയിലാണ് അവർ കരുതുന്നതും സംരക്ഷിക്കുന്നതും. ശത്രുക്കളുടെ താവളം
ഇവിടെ ഉണ്ട് എന്ന ലക്ഷ്യം വെച്ചാണ് ഇവിടെ ഇറാൻ മിക്ക ആക്രമണങ്ങളും നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോകുന്നത് അങ്ങനെ സംഭവിക്കുകയല്ലാതെ അത് തന്നെ ആക്രമണങ്ങൾ മുഴുവനും ബഹ്റൈൻ ഭരണകൂടം വളരെ സമർത്ഥമായി പ്രതിരോധിക്കുകയും തകർക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് തന്നെ ബഹ്റൈൻ കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഗൾഫ് മൊത്തം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ല റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. ആദ്യത്തെ യുദ്ധം തുടങ്ങിയ ആദ്യത്തെ 1-2 മണിക്കൂറുകളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്ന വലിയ തരത്തിലുള്ള കിംവദന്തികളും മറ്റു പ്രചരണങ്ങളും, വാസ്തവവും അവാസ്തവവുമായ പ്രചരണങ്ങൾ, അതിനൊക്കെ കടിഞ്ഞാടിനാൽ പല പ്രാവശ്യം ഇവിടെ അനൗൺസ് ചെയ്യുകയും സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയിക്കുകയും ചെയ്ത ശേഷമാണ് അവർ ഈ കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് രാജ്യത്തിന്റെയും നമ്മുടെയും സുരക്ഷയ്ക്ക് തന്നെയാണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മാധ്യമങ്ങളിൽ വരുന്നതല്ല സാഹചര്യം, അല്ലെങ്കിൽ അത്രമാത്രം ടെൻഷൻ നിങ്ങളെ സംബന്ധിച്ചില്ല എന്നറിയുമ്പോൾ സത്യത്തിൽ ആശ്വാസമാണ്. കാരണം അവിടെ മലയാളികളുടെ വലിയൊരു സമൂഹമുണ്ട്. അവരെക്കുറിച്ചുള്ള ആശങ്ക നാട്ടിൽ അത്രമാത്രമുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഗവൺമെൻറ് ഓഫീസ് ആക്രമിക്കപ്പെടുന്നു, അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു, വാട്ടർ ഡിസാലിനേഷൻ സെൻറ്റർ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഇവിടെയും മാധ്യമങ്ങൾ ചെയ്യുന്നത്. ശ്രീ ഫൈസൽ, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സ്വതന്ത്ര സഞ്ചാരം അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഷെൽട്ടറുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടോ ബഹ്റൈനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഒരിക്കലുമില്ല. ഷെൽട്ടറുകൾ എന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഞ്ചാരത്തിനും ഒരു സ്വാതന്ത്ര്യമില്ല. അനാവശ്യമായി പൊതുയിടങ്ങളിലോ അല്ലെങ്കിൽ റോഡുകളിലോ മറ്റു സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടരുത് എന്നൊക്കെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നല്ലാതെ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും ഒരിക്കലും ഹനിക്കപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ റംസാൻ കാലമായതുകൊണ്ട് രാത്രി കാലങ്ങളിലെ നീളമുള്ള പ്രാർത്ഥനകൾ അത് പകുതി സമയമാക്കി കുറച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സഹകരിക്കുന്നു, ഇവിടുത്തെ പൗരന്മാരും നമ്മളും എല്ലാവരും. കാരണം നമുക്ക് അന്നം തരുന്ന ഒരുപക്ഷെ ഇന്ത്യയുടെ നെടുന്തൂണി അല്ലെങ്കിൽ ഇന്ത്യയുടെ നട്ടല് എന്ന് പറയാവുന്ന സാമ്പത്തിക സ്രോതസ് ഗൾഫുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് അനുസരിച്ച് ജീവിക്കുന്നു. ഇവിടെ നമുക്ക് നല്ല കരുതലുകളാണ്, നല്ല സംരക്ഷണമാണ്. പിന്നെ യുദ്ധമാണ്. ശ്രീ എം സ്വരാജ് പറഞ്ഞതുപോലെ യുദ്ധം എന്നത് സ്വന്തം മുറ്റത്ത് ബോംബ് വീഴുന്നത് വരെ കാഴ്ചക്കാരന് ഒരു പൂരക്കാഴ്ചയായിരിക്കും എന്ന ഒരു വാസ്തവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, അത് ഒരു എല്ലാ സമസ്ത മേഖലകളെയും, ഇതിപ്പോ 9ാം ദിവസം മാത്രമാണ് ആവുന്നത്, അപ്പോൾ തന്നെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന തരത്തിൽ, ഏതൊരു ലോകത്തിന്റെ ഏത് കോണിലുള്ള ഒരാളെയും ബാധിക്കുന്ന തരത്തിൽ ഈ യുദ്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുന്ന യുദ്ധം എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റുന്നതല്ല പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. നമുക്കൊപ്പം നിർമ്മൽ എബ്രഹാം കൂടി ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇന്നലത്തെ ദിവസം വളരെ നിർണായകം എന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. സമ്പൂർണമായിട്ടുള്ള കീഴടങ്ങൽ, അതല്ലാതെ ഒന്നും പരിഗണിക്കില്ല എന്ന് ആവർത്തിച്ചുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ഇറാനിൽ എണ്ണ ശുദ്ധീകരണശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3ഓളം എണ്ണ ശുദ്ധീകരണശാലകൾ കത്തിയെരിഞ്ഞ് എണ്ണമഴ പെയ്യുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരാഘാതമാണോ ഇന്നലത്തെ രാത്രി ഇറാന് നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടുമാണ്. മാത്രമല്ല, ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അത്രയും വലിയൊരു ആക്രമണം നടത്തുമെന്നുള്ളത്. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം കുറെ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ യുദ്ധം പോലെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പോകുമെന്ന് തോന്നുന്നില്ല. കുറച്ച് നാളത്തേക്കെങ്കിലും ഇത് നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നത് ട്രംപിന്റെ ഒരു പക്ഷേയുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ഒരു ഇതേപോലെ ഇപ്പം പണ്ട് ലിബിയയിൽ ചെയ്ത പോലെയും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചെയ്ത പോലെയും അവിടെ തോൽപ്പിക്കാനായില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് മൊത്തം അവിടെ ഇറാഖിലൊക്കെ കണ്ടതുപോലെ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു പാതി വിജയമാണ്. ഇപ്പൊ ഈ അറ്റാക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫ്രണ്ടുകളിലാണ്. എക്കണോമിക് ബേസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇറാന്റെ വലിയൊരു റവന്യൂ സ്രോതസ്സാണ് എണ്ണ എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ അറ്റാക്ക് ചെയ്യുന്നു, മിസൈൽ ലോഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഗോളിലോട്ട് ട്രംപിന് എത്തുക വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ജിയോഗ്രഫിയാണ്. അത്ര എളുപ്പത്തിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല. ഒരു ഭാഗത്ത് മുഴുവൻ വലിയ മലകളാണ്, മറുഭാഗത്ത് ഒരു മരുഭൂമിയാണ്.
അപ്പൊ ഈ വഴിയൊക്കെ കയറി ചെന്ന് അവിടെ കമ്മ്യൂണിക്കേഷൻ പോലും വർക്ക് ചെയ്യാത്ത ചില മേഖലകളുണ്ട്. അപ്പൊ അതൊന്നും അത്ര എളുപ്പത്തിൽ പോസിബിൾ അല്ല. ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ റെജീം ചേഞ്ച് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ശ്രമം തുടരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം യുദ്ധം തുടരും എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ട്രംപ് മുമ്പ് കാണിച്ചിട്ടുള്ളത് തന്നെ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു ട്വീറ്റിലൂടെ പറയുകയാണ് ഈ യുദ്ധം അവസാനിച്ചു, നിങ്ങൾ കരുതുന്ന പോലല്ല, ഞങ്ങൾ ഇന്റേണലി എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ഒരു വിജയമാണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് പിന്മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ റെപ്യൂട്ടേഷനെയും ബാധിക്കും. ഒടുവിൽ റെജീം ചേഞ്ച് നടക്കാൻ പോകുന്നത് ഇറാനിലായിരിക്കുകയല്ല, അത് നടക്കാൻ പോകുന്നത് അമേരിക്കയിലും ഇസ്രായേലിലും ആയിരിക്കും. 2026 നവംബറിൽ നെതന്യാഹു വീഴും, 28 ട്രംപും വീഴും എന്നുള്ള നിലയിലേക്ക് പോകും. അതുകൊണ്ട് തൽക്കാലം ഇന്നലത്തെ വലിയ ഡാമേജ് തന്നെയാണ്. പക്ഷെ ഇറാനെ ഇപ്പൊ ഡ്രോൺസ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടൊന്നും പെട്ടെന്ന് അവർ കീഴടങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഗൾഫ് മേഖലയിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുന്നോട്ട് പോകും തോറും അവര് ഇപ്പൊ ഇതുവരെയുള്ള അവരുടെ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം ഈ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലല്ല, ജീവിതത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന രീതി, എല്ലാ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് എയർപോർട്ടുകൾ അറ്റാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഡീസാലിനൈസേഷൻ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്തു. നമ്മളത് നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ഇപ്പൊ ഖത്തർ പോലുള്ള സ്ഥലം, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. അപ്പൊ ഖത്തറിലൊക്കെ എന്ന് പറഞ്ഞാൽ 95% വെള്ളവും ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ വരുന്നതാണ്. അപ്പൊ ആ ഡീസാലിനേഷൻ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു വാട്ടർ സോഴ്സ് പെട്ടെന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒക്കെ കിട്ടുന്നതിന്റെ 40% മഴയാണ് ബഹ്റിനിലും ഖത്തറിലും ഒക്കെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ പുഴകളില്ല, അരുവികളില്ല, ഫ്രഷ് വാട്ടർ ലേക്കുകളൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഒരു ഗ്രൗണ്ട് വാട്ടർ ഒന്നും സോഴ്സ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മാത്രമല്ല ഈ ഡീസാലിനേഷൻ പ്ലാന്റുകൾ പലതും ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ, GCC രാജ്യങ്ങളിലൊക്കെ തന്നെ പവർ പ്ലാന്റുകളുമായിട്ട് ഇന്റർട്വൈൻഡ് ആണ്. അതായത് ഒരേ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇത് ഓടുന്നത്. അപ്പൊ അതിനെ ബാധിക്കുമ്പം അത് കറണ്ടിനെയും ഒരുപക്ഷെ ബാധിച്ചേക്കാം. അങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ആളുകളെ കൊന്നു വീഴ്ത്തുക എന്നുള്ളതല്ല ഇറാന്റെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം നിത്യജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഡീസാലിനേഷൻ പ്ലാന്റ് പോലെ അല്ലെ ഇലക്ട്രിസിറ്റിക്കൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ ആളുകൾ അസ്വസ്ഥരാണ്. അല്ലാതെ തൽക്കാലം ജീവന ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UAE വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നും ഉള്ള മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ മെസ്സേജിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം അതിനെ പ്രതിരോധിക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അബുദാബി ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ വരുന്ന മിസൈലുകളെ, ഡ്രോണുകളെ എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൃത്യമായ ഇടവേളകളിൽ അത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ? ആ പ്രിക്കോഷൻസ് വേണ്ട സമയങ്ങളിൽ പ്രിക്കോഷൻസ് എടുക്കാൻ ഈ അറിയിപ്പുകൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും നേരത്തെ ശ്രീ ബഹ്റൈൻ എന്നുള്ള പ്രതിനിധി പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇപ്പോഴും നല്ല സുരക്ഷിതത്വത്തിൽ തന്നെയാണ് കഴിയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ എല്ലാവരെയും അത് അലേർട്ട് മെസ്സേജ് വഴി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഭീഷണി ഒഴിവായി കഴിഞ്ഞാൽ ആ വിവരവും ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും, സ്വദേശികളെയും വിദേശികളുമായിട്ടുള്ള എല്ലാവരെയും കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് എന്നുള്ളത് വല്ലാത്ത ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ ഇവിടുത്തെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. സംഭവവികാസങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങുന്നത്. പക്ഷേ ആ എല്ലാ അനിശ്ചിതാവസ്ഥകളെയും മറികടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഭരണ സംവിധാനം അതിനെ നേരിടാൻ വേണ്ടി സജ്ജരായി എന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അത് നമുക്കറിയാം ഈ രാജ്യത്ത് ഉൾപ്പെടെ ഈ ഗൾഫ് മേഖലയിലൊക്കെ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികൾ താമസക്കാരായിട്ട് ഉള്ള ഒരു സംവിധാനമാണുള്ളത് ജനസംഖ്യയിൽ. പക്ഷേ അതിൽ യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും സുരക്ഷിതത്വം ഒരുപോലെ ഉറപ്പാക്കുന്നതിൽ ഇവിടുത്തെ ഭരണ സംവിധാനം വല്ലാതെ മികവ് നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ആ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം ആയിട്ട് പോലും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്ന എല്ലാ മനുഷ്യരെയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാർ സംവിധാനം അത് ഉടനെ തന്നെ അറേഞ്ച് ചെയ്തു എന്നുള്ളതും വളരെ അവരുടെ എല്ലാം വിഷമം പരമാവധി ലഘൂകരിക്കുന്നതിൽ
അതൊരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കേരള ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലോക കേരള സഭാംഗങ്ങൾ മുഖേന ഈ എല്ലാ രാജ്യങ്ങളിലും കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി ഈ പറയുന്ന മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ തയ്യാറായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഘർഷാവസ്ഥ അയഞ്ഞ് വന്ന് സാധാരണ നിലയിൽ എത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ UAE-യിലും അല്ലെങ്കിൽ GCC-യിൽ എല്ലായിടത്തുമുള്ള പ്രവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഈ നമ്മളുടെ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നമുക്കൊപ്പം പങ്കെടുക്കുന്നത്. നിരവധിയായിട്ടുള്ള പ്രവാസികളുള്ള നാടാണ് നമ്മുടേത്. ഒരുപാട് ആശങ്കകൾ എന്തവിടെ നടക്കുന്നു എന്നത് സംബന്ധിച്ച് ഓരോരുത്തരുടെയും മനസ്സിലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. അവർ നൽകുന്ന വിവരങ്ങൾ ഓരോ പ്രേക്ഷകനെയും സംബന്ധിച്ച് ആശ്വാസകരമാകും എന്നതാണ് ഞാനും കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനുള്ളത്, സിക്സർ അടിച്ച് സഞ്ജു ഇന്നിങ്സ് തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. ശ്രീ PM നാരായണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ഒരു വാർത്ത, UAE ഇറാനെതിരെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്ത പ്രചരിക്കുന്നു. അതിനുശേഷം UAE തന്നെ അക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. അത്തരമൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്, അല്ലെങ്കിൽ എന്താണ് സാഹചര്യമെന്ന് നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് UAE-യുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിരീകരണം. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യാക്രമണം നടത്തിയെന്നുള്ള കാര്യം അവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എത്ര നാൾ ഈ നിലയിൽ തുടരാൻ കഴിയും? അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അതിന് അവസരമൊരുക്കി എന്നതുകൊണ്ട് മാത്രം അവർ ലക്ഷ്യമിടുകയാണ്. എപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു, ആ സമയങ്ങളിലൊക്കെ പ്രത്യാക്രമണം ആ രീതിയിൽ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് കടുപ്പിക്കുന്നു എന്ന് നമ്മൾ കാണാം. ഇന്നലെ ഒരു സമാധാനത്തിന്റെ സൂചനകൾ പെഷസ്കിയാൻ നൽകിയെങ്കിൽ അദ്ദേഹം അത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകും ഗൾഫ് രാഷ്ട്രങ്ങൾ? ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് ആ മേഖല മൊത്തം കടന്നു പോകുന്നു എന്നുള്ളത് പറയാതെ വയ്യ. പ്രധാനമായും ഇറാൻ ഈ യുദ്ധത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നത്, അല്ലെങ്കിൽ വിഡിതം എന്നത്, ഗൾഫ് രാജ്യങ്ങളെ കടത്താൻ ശ്രമിക്കുക എന്നതാണ്. ഗൾഫ് രാജ്യങ്ങളെ എന്ന് ഉദ്ദേശിച്ചാൽ അവരെ അമേരിക്കൻ താവളങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെയാണ് ഇറാൻ നേരിട്ട് മിസൈലിലൂടെ ആക്രമിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഏതു തരത്തിലുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രധാന സംഗതിയാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന് രണ്ട് വൻ ശക്തികളോട്, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തോട് പ്രതിരോധിച്ചു നിൽക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന്. ആ ഓപ്ഷനെയാണ് ഇറാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അട്ടിമറിച്ചത്. അതായത് ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളെ ആക്രമിക്കുക എന്നതിലൂടെ ഇറാൻ ആ സാധ്യതയാണ് അട്ടിമറിച്ചത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പെഷസ്കിയാൻ ഇറാൻ പ്രസിഡന്റ് ഇതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് GCC രാജ്യങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ തന്നെ റെവല്യൂഷണറി ഗാർഡ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ മാപ്പ് ചോദിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, വി വിൽ അറ്റാക്ക് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇൻ ഗൾഫ് റീജിയൻ. ഇത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതോടുകൂടെ ഈ മേഖലയിൽ ഇറാനും ഗൾഫിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇൻഡയറക്ട്ലി അമേരിക്കയെയും ഇസ്രായേലിനെയും അനുകൂലമായി ഭവിക്കുകയാണ് ചെയ്യുക. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടെ ഞാൻ പറയാം. കാരണം ഈ കഴിഞ്ഞ 10-20-30 വർഷമായിട്ട് ഗൾഫ് മേഖല നമ്മൾ മുമ്പ് കണ്ടിരുന്ന രീതിയിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഗൾഫ് മേഖല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഈ GCC രാജ്യങ്ങളിൽ പലതും ഇന്ന് അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ച കാര്യമാണ്, ട്രംപ് പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത് ആദ്യം വിസിറ്റ് ചെയ്ത രാജ്യം എന്നത് UAE-യും സൗദി അറേബ്യയും ആണ്, ഖത്തറുമാണ്. എന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതായത് ഇക്കണോമിക് കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ $2 ട്രില്യൺ ആണ്. അതായത് അമേരിക്കയ്ക്ക് ഇന്ന് അടുത്ത കാലത്തൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, ട്രേഡ് കമ്മിറ്റ്മെന്റ് ആണ് ഈ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഗൾഫിലെ GCC മേഖലയും തമ്മിൽ വളരെ അടുത്ത
ഇക്കണോമിക് കണക്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ അയക്കുന്ന ഓരോ മിസൈലും ഇറാനെതിരെ തന്നെയാണ് ഇവൻച്വലി വന്നു വീഴുന്നത്. കാരണം ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് അവിടെ നിലനിൽക്കുന്നില്ല. ഈ മേഖലയിലുള്ള വിള്ളൽ എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുകൂല ഘടകമായി വരിക്കും. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്ത് പറയാം. പ്രധാനമായും ഈ മേഖലയിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നത് വളരെ സുരക്ഷ അനുഭവിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മേഖലയുടെ സുരക്ഷ എന്നത് അമേരിക്ക നൽകുന്ന സുരക്ഷയാണത്. കാരണം അമേരിക്കയുടെ താവളങ്ങളാണ് ഈ മേഖലയ്ക്ക് സുരക്ഷ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ മേഖല ഇത്രയും കാലം വർക്ക് ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓയിലിന്റെ വില വർധന എന്നത് ലോകത്തിന്റെ മറ്റ് പല ഭാഗത്തുമുള്ളതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം 85% ഓയിൽ നമ്മൾ മേഖലയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ശരി, ഇപ്പോൾ നമുക്കൊപ്പം ചെസിൽ ചെറിയാൻ കൂടി ചേരുകയാണ്. കുവൈറ്റ് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ചെസിൽ, ഇന്ന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുവൈറ്റ് കേന്ദ്രീകരിച്ചാണ്. ഗവൺമെന്റ് ബിൽഡിംഗ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 ഇന്റീരിയർ മിനിസ്ട്രി ഒഫീഷ്യൽസ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് കുവൈറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ രൂക്ഷമായിരുന്നോ ഇന്നത്തെ പകൽ നിങ്ങളെ സംബന്ധിച്ച്? നമസ്കാരം. എന്തായാലും കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള വിശിഷ്ട കേരളത്തിലുള്ള ഞങ്ങളെ കരുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. പക്ഷേ നിങ്ങളോട് എല്ലാവരും പറയാനുള്ള ഒരു പ്രധാന കാര്യം, നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന പോലെയുള്ള ഒരു അൺസർട്ടനിറ്റി ഇവിടെ ഇല്ല. ഒരു സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം, നമുക്ക് ജീവനെ ബാധിക്കുന്നില്ല, ജീവസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും നിലവിൽ ഇവിടെ ഉണ്ടായിട്ടില്ല, നമുക്ക് അനുഭവപ്പെടുന്നുമില്ല. പക്ഷേ താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ വിധത്തിലുള്ള ഒരു വലിയ ആക്രമണം എന്ന രീതിയിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി ബിൽഡിങ്ങിൽ കുവൈറ്റ് സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതവർ എനിക്ക് മുന്നേ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ആളപായമല്ല, അല്ലെങ്കിൽ മനുഷ്യ ജീവഹാനിക്ക് വേണ്ടിയുള്ള ഒരു അറ്റാക്ക് അല്ല എന്ന് തെളിയിക്കുന്നതാണ്. കാരണം ഏർലി മോർണിംഗ്, അല്ലെങ്കിൽ ആരും ജോലിയിലില്ല, നിരത്തുകളിലൂടെ ആളുകളില്ലാത്ത ഏർലി മോർണിംഗ് സമയത്താണ് ഇന്നും ഇതിനു മുന്നേ ഒക്കെ അപകടം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ശരിയാണ്, എയർപോർട്ടിന്റെ അടുത്തുള്ള ഫില്ലിംഗ് ടാങ്കറിൽ ഈ പറഞ്ഞ പോലെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡെബ്രി ആണോ, അതിന്റെ അവശിഷ്ടങ്ങളാണോ, അതോ ഡയറക്റ്റ് അറ്റാക്ക് ആണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വെളിവായിട്ടില്ല. എല്ലാ ദിവസവും ഇവിടുത്തെ കുവൈറ്റ് ഡിഫൻസ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സണ് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ കറക്റ്റ് എത്ര മിസൈൽസ് വന്നു, എത്രയാണ് ഇന്റർസെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡ്രോൺ വന്നു ഒക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് 2 കുവൈറ്റി മിലിറ്ററി ഒഫീഷ്യൽസ് ഇതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയുണ്ടായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞ കൊറോണ പോലെയുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു ഭക്ഷ്യസുരക്ഷയോ അല്ലെങ്കിൽ എക്കണോമി ഒരു രീതിയിലൊന്നും നമുക്കൊരു ആശങ്ക നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് വിമാനത്താവളമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാതെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ആക്രമണം നടക്കുന്നു എന്നതൊക്കെയാണോ അത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം ഇവിടുത്തെ ആക്രമണത്തിന് രീതി നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഈ എയർപോർട്ട് ലക്ഷ്യമാക്കി ആക്രമിച്ചു എന്ന് പറയുമ്പോഴും എയർപോർട്ട് എന്ന സെൻട്രൽ ബിൽഡിംഗ് അല്ല ഇന്ന് ആക്രമിക്കപ്പെട്ടത്. അതിനോട് ചേർന്നുള്ള ഒരു ഓയിൽ ഒരു ടാങ്കാണ്, നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ടാങ്കിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ശരിയാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഡ്രോണൊക്കെ വന്ന് വീഴുന്നത് കാരണം ഈ എയർപോർട്ടിന് തൊട്ട് ചേർന്ന ഒരു എയർബേസ് ഉണ്ട്. അത് ആക്ച്വലി കുവൈറ്റിന്റെ തന്നെയാണ് എയർബേസ്. പക്ഷേ അവിടെ അമേരിക്കൻ മിലിറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അതിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്, വളരെ ചേർന്നാണ് ആ സ്ഥലം. ഇനി അതിനെ ലക്ഷ്യം വെച്ചിട്ട് ഇവിടെ വന്ന് പതിച്ചതാണോ, ഇന്റർസെപ്റ്റ് അതിന് മുന്നേ ചെയ്തതിന് ശേഷം പതിച്ചതാണോ എന്നുള്ള ആധികാരികമായ റിപ്പോർട്ടൊന്നുമില്ല. സോഫാർ നമുക്ക് സൈറൻ കൃത്യമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രാത്രികളിലാണ് കൂടുതലും ഇവിടെ ഈ പറയുന്ന അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേ ടൈം നോക്കുകയാണെങ്കിൽ ഓഫീസൊക്കെ സർവ്വസാധാരണമായിട്ട് പ്രവർത്തിക്കുന്നു. റമദാൻ സമയത്തല്ലാതെ തന്നെ നമുക്കറിയാം ഒരു ഡ്യൂട്ടി ചേഞ്ചും സമയക്കുറവുകളൊക്കെ ഉണ്ട്. അപ്പം നിരത്തുകൾ പൊതുവേ റോഡുകൾ കുറച്ച് കാലിയായിരിക്കും. അതുപോലെ തന്നെ തോന്നാറുള്ളൂ. ഇവിടെ റോഡുകളിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. ഏർലി മോർണിംഗിൽ മാത്രം റോഡൊന്ന് എയർപോർട്ട് റോഡുകളൊക്കെ ഒന്ന് ബ്ലോക്ക് ആയിരുന്നു. അല്ലാത്ത പക്ഷം എല്ലാ ഓഫീസുകളും, മെജോറിറ്റി ഓഫ് ദ ഓഫീസസ് വർക്കിംഗ് പ്രോപ്പർലി. പിന്നെ ചില ഓഫീസുകൾ, ഇപ്പോൾ എയർവേസ് പോലെയുള്ള, കുവൈറ്റ് എയർവേസ് പോലെയുള്ള ചില ഓഫീസുകൾ അവരുടെ സ്റ്റാഫിന്റെ ഒരു എണ്ണം കുറച്ചു.
എന്നല്ലാതെ അത് പ്രത്യക്ഷമായിട്ട് ആരെയും ഒരു പാനിക്കായിട്ട് ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല. എംബസി ആണെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ ഒരു ഗ്രൂപ്പ് തന്നെ ആരംഭിച്ചു. ഇവിടുത്തെ ഇപ്പോ കുവൈറ്റിനെ സംബന്ധിച്ച് എയർ സ്പേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം വെക്കേഷൻ ടൈമാണ്, നിരവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സമയമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയ ആശങ്കയായി മലയാളി സമൂഹത്തിന് മുന്നിലുണ്ടോ? ആശങ്കയായിട്ടുണ്ടായിരുന്നു. ഒരു 4 ദിവസം മുന്നേ കുവൈറ്റ് ഗവൺമെന്റ് വളരെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനോടുകൂടി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് വിസിറ്റ് വിസയിൽ ഇവിടെ തങ്ങി കാലാവധി തീർന്നവർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ, അതായത് ഇവിടെ വർക്ക് പെർമിറ്റും വിസയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാതെ അല്ലെങ്കിൽ റീ എൻട്രി സമയം അത് കൃത്യമായ സമയത്ത് ഇവിടെ എത്താൻ സാധിക്കാതെ വരുന്നവർക്ക് 3 മാസം ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു കൊടുക്കും. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും അവർക്ക് ജോലിക്കുള്ള അവരെ ഇത് വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾക്ക് എല്ലാ എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങൊരു ആശങ്ക ജനിപ്പിക്കുന്നതല്ല കുറച്ച് കാര്യങ്ങൾ, അല്ല പൊതുവെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വന്തക്കാര് മരിച്ചുപോയി, ഇപ്പം ഈയിടെ നമുക്കറിയാം ഒരാളുടെ പിതാവ് മരിച്ചുപോയി, അല്ലെങ്കിൽ മാതാവ് മരിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിഷമം അനുഭവിക്കുന്നുണ്ട്, പോകാൻ സാധിക്കാതെ വരുന്നുണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ ട്രാൻസിറ്റ് വിസയിൽ US നിന്നും UK നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ട്രാൻസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് കിടന്ന കുറച്ച് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, മലയാളീസും ഉണ്ടായിരുന്നു. അവരെ ജസീറയൊക്കെ നേരത്തെ തന്നെ ഒരു പരിധിവരെ ഇവിടുന്ന് സൗദി വഴി അവരെ കടത്തിവിട്ടു. ഇന്നലെ 140 പേരോളം വീണ്ടും ഇവിടുന്ന് സംഘം പോയിട്ടുണ്ട്. അവർ ഇന്ന് പോകേണ്ടതായിരുന്നു, വീണ്ടും നാളത്തേക്ക് അത് റിയാദിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് കേൾക്കുന്നു. അത് എംബസിയുടെയും കൂടി ഒരു ഇനിഷ്യേറ്റീവോട് കൂടിയാണ്, എയർവേസും എംബസിയും കൂടി ഇനിഷ്യേറ്റ് ചെയ്താണ് പോകുന്നത്. ഇനി ഒരു 40ഓളം പേര് മാത്രമേ ആ ഭാഗത്ത് നിന്ന് നമുക്ക് സുരേഷ് കരിയാട് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഖത്തറിൽ നിന്നാണ് സുരേഷ് ചേരുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധി തന്നെയാണ് അദ്ദേഹം. സുരേഷ്, ഖത്തറിൽ വ്യോമമാർഗമുള്ള സഞ്ചാരം പൂർണ്ണമായും തടയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രത്യേക വിമാന സർവീസുകൾ മാത്രം നടക്കുന്നു എന്നതാണ് വിവരം. എന്താണ് ഖത്തറിലെ സാഹചര്യം? മലയാളി സമൂഹം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പലയിടങ്ങളിലും ഈ അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിൽ അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ? ആദ്യമേ നോക്കൂ, ഞാൻ എൻ്റെ സഹ പാനലിസ്റ്റിന് ഒരു നന്ദി പറയുകയാണ്. എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരമൊരു ഡിസ്കഷൻ സംഘടിപ്പിച്ച News 18 പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഖത്തറിൽ നോക്കൂ, ഇവിടെ സ്ഥിതിഗതികൾ വളരെ വളരെ ശാന്തമാണ്. ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഇടപെടലുകളും അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും സുരക്ഷിതരാണ് എന്നൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഈ രാജ്യത്തില്ല. എല്ലാം സുരക്ഷിതരാണ്, എല്ലാവരും സുരക്ഷിതരാണ്. പിന്നെ ഒരു യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രോട്ടോകോളുകൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ പാലിക്കുന്നു. നമ്മളെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഇവിടുത്തെ അധികാരി വർഗം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നു. നമ്മളെ സുരക്ഷിതരായ അവരുടെ കൈകൾ ഞങ്ങൾ ഉറങ്ങുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളല്ലാതെ ഈ രാജ്യത്ത് മറ്റൊരു ബുദ്ധിമുട്ടും ഇവിടെയുള്ള ജനതയ്ക്ക് നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ മാധ്യമങ്ങളും അതേപോലെയുള്ള ചാനലുകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ചില ന്യൂസുകൾ നമ്മുടെ നാട്ടിലുള്ളവർ കേൾക്കുമ്പോൾ അവര് ഭയചകിതരാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംഭാഷണങ്ങൾ നമ്മൾ ഒരു വാർത്താ മീഡിയത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾ കൂടെ അതിലൊരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇത്ര ഗുരുതരമല്ല എന്നുള്ള രൂപത്തിൽ അറിയിക്കാനുള്ളൊരു ബാധ്യത കൂടി മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടെ സഹകരിക്കണം. നമ്മൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചർച്ചയും വെച്ചിരിക്കുന്നത്. നോക്കൂ, പക്ഷേ 100 കണക്കിന് ഡ്രോൺ വരുന്ന ഒരിടം, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരിടം എന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നെനിക്ക് അറിയില്ല. കാരണം ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകൾ, മിസൈലുകൾ എത്രയാണ് എന്നതിന്റെ കണക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ അത് നൽകുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് വരെ റെസ്ട്രിക്ഷൻസ് ഉള്ള നാടാണ് നിങ്ങളുടേത്, നിങ്ങളൊക്കെ അധിവസിക്കുന്ന ഇടങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? ഒഫീഷ്യലായി നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എങ്ങനെയാണ് മീഡിയയുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷനുകൾ എന്താണ്? അത്തരമൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾക്ക് വന്നിട്ടേ ഇല്ല.
ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്, ഇവിടെ വളരെ സുരക്ഷിതരാണ്. ഇനി വല്ല ഒരു ത്രെട്ടും വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട്. അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സുരക്ഷിതരാണ്. നാളിതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സാധാരണഗതിയിൽ ഓഫീസിൽ പോകുന്നു, വരുന്നു, പുറത്തിറങ്ങുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നു, അല്ലാതെ വീട്ടിൽ അടച്ച് ഒതുങ്ങി ഒരു മൂലക്കിരിക്കുകയല്ല ചെയ്യുന്നുള്ള കാര്യം കൂടെ ഈ സംഭാഷണത്തിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള നാട്ടിൽ ഭീതി പ്രവാസി മലയാളികളുള്ള വീടുകളിലെ എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വിവരം തന്നെയാണ് സുരേഷ് കരിയാട് പങ്കുവച്ചിരിക്കുന്നത്. ഖത്തറിൽ എന്തായാലും അത്തരം സിറ്റുവേഷൻസ് ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം, മറ്റ് അതിഥികളിലേക്ക് വരാം. ശ്രീ നിർമ്മൽ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയുന്നിരുന്നത് എണ്ണ സമ്പുഷ്ടീകരണം അവർ നടത്തുന്നു, മറ്റ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുകയും പ്രതിരോധം എന്നത് അത് ആവശ്യത്തിന് മാത്രം പണം ചിലവാക്കുന്ന ഒരു മേഖലയായി കരുതിയിരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങളെക്കുറിച്ച് പുറമേക്ക് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ നോക്കൂ, 9ാം ദിവസമാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും അവരെ ലക്ഷ്യമാക്കി വരുന്നത്. അതിൽ മിക്കതും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ സിറ്റുവേഷനെ കരുതിയിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനെ നേരിടാൻ പര്യാപ്തമായ വിധത്തിലുള്ള സംവിധാനവും സുരക്ഷാ കാര്യങ്ങളും ഒരുക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണോ ഈ 9 ദിവസം നമുക്ക് നൽകുന്ന പാഠം? തീർച്ചയായിട്ടും ഈ അറ്റാക്ക് ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ അമേരിക്ക തന്നെ കൊടുത്ത പേട്രിയറ്റ്, നസാംസ്, താഡ് തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല US മിലിറ്ററി ബേസസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ അമേരിക്കയ്ക്ക് പ്രത്യേക ഇൻട്രസ്റ്റും ഉണ്ട്. എന്നാൽ ഇറാനുമായിട്ട് നമ്മളിപ്പോൾ ഒരു നേർക്കുനേർ യുദ്ധം എന്നുള്ള നിലയ്ക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധം 1-on-1 നടത്താനാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്കൊന്നും ഒരു പക്ഷേ അത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല. അവിടെ ഉള്ള ഏരിയയിൽ ഇറാനാണ് ഏറ്റവും അധികം. കാരണം അവര് അങ്ങനെ ഒരു സ്ഥലമാണ് അമേരിക്ക ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന, ഇസ്രായേൽ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്ത് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർ നാച്ചുറലി പ്രിപ്പയർഡ് ആണ്, മിലിറ്ററിലി പ്രിപ്പയർഡ് ആണ്. IRGC ഉണ്ട്, ബാസേജ് മിലീഷ്യാസ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു രീതി വേറെയാണ്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ദുബൈയോ അല്ലെങ്കിൽ അബുദാബിയോ അല്ലെങ്കിൽ ഖത്തറിനെയോ ഒക്കെ കാണുന്ന, അല്ലെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള യാത്ര ചെയ്യാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, എന്ത് യുദ്ധം വന്നാലും ബാധിക്കാത്ത സ്ഥലങ്ങൾ എന്ന നിലയ്ക്ക് കണ്ടുവരുന്നതാണ്, പ്രത്യേകിച്ച് ദുബായ് ഒക്കെ. പക്ഷെ ആ ഒരു റെപ്യൂട്ടേഷന് ഇപ്പൊ നിലവിലിപ്പം ഈ ഒരു യുദ്ധം എവിടെയും എത്താതെ അവസാനിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഇറാനും പ്രത്യേകിച്ച് ഒന്ന് വീക്കെൻഡ് ചെയ്തു, പക്ഷെ അമേരിക്ക അവിടെ നിന്ന് പിന്മാറി എന്ന് വിചാരിക്കുക. അതിനുശേഷം ഒരു പക്ഷേ ചെറിയ രീതിയിൽ, വലിയ രീതിയിലുള്ള ചെറിയ രീതിയിൽ റെപ്യൂട്ടേഷനെ ബാധിക്കാം. കാരണം വെച്ചാൽ ആ സേഫ് ഹേവ് എന്നുള്ളൊരു ചിന്താഗതി മാറാം. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും. ഒരു ഉദാഹരണം ഇസ്രായേൽ തന്നെയാണ്. കാരണം ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ഒരു മേഖല എന്ന് പറയാൻ പറ്റത്തില്ല, യുദ്ധം നടത്തുന്ന ഒരു മേഖലയാണ്. എന്നിട്ട് പോലും തിരിച്ച് അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. എന്നിട്ട് പോലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ GDP-യുടെ 5% 2 വർഷം മുന്നേ, ഇന്നത് 3% കുറഞ്ഞു. കാര്യമായ രീതിയിൽ മറ്റ് ചെലവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി തന്നെ മുന്നോട്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഇറാന്റെ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ മിലിറ്ററി ആയിട്ടുള്ള സ്പെൻഡിങ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വശം നിൽക്കുന്നു. ഇനി ഇന്ത്യനെ ഇത് എങ്ങനെ, ഇപ്പം എണ്ണയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭാഗ്യവശാൽ ഇവിടെ ക്രൂഡ് ഓയിലിന് തടസ്സമുണ്ടെങ്കിൽ പോലും എണ്ണയുടെ വില കൂടാത്തത് നമുക്ക് റിസർവ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ മറ്റ് കാര്യങ്ങളുടെയും കൂടെ ഉണ്ട്. നമ്മൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന്റെ പൊതുവെ പറയുമ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് തടസ്സപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ക്രൂഡ് ഓയിൽ കൂടാതെ LNG, LPG, പ്രത്യേകിച്ച് LNG ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫെർട്ടിലൈസേഴ്സിന് ഏറ്റവും ഫെർട്ടിലൈസേഴ്സ് സെൽഫായിട്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയ ഒരു കാര്യമാണ്. അത് കിട്ടുന്നില്ല. LPG-യിൽ നമുക്ക് ഒട്ടും സ്റ്റോക്ക് ഇല്ല, റിസർവ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് 60 രൂപ ഇന്നലെ കൂട്ടിയത്. കൊമേഴ്ഷ്യൽ ഗ്യാസ് 115 രൂപ കൂട്ടിയത്. മാത്രമല്ല ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമ്മൾ മേടിക്കുന്നുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 90% ഫെർട്ടിലൈസേഴ്സും മേടിക്കുന്നതും അത് വരുന്നതും ഈ റൂട്ടിൽ കൂടെയാണ്. അപ്പൊ അതൊക്കെ ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് സംഭവിക്കാൻ പോകുന്ന വേറൊരു ചേഞ്ച്, അതായത് ഈ യുദ്ധം നീണ്ടുപോയാൽ സംഭവിക്കാൻ പോകുന്ന വേറൊരു ചേഞ്ച്, പലരും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉള്ള നിരന്തരമായിട്ട് എണ്ണയും ഫെർട്ടിലൈസേഴ്സും LNG-യും LPG-യും ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പതിയെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് നോക്കി പോകും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യ തന്നെ 2 ദിവസം മുന്നേ ഇപ്പൊ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ഓയിൽ ഡീൽസ് താൽക്കാലികമായിട്ട് മാറ്റിവെച്ച് അമേരിക്കയുമായിട്ട് അവരുടെ ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഇന്ത്യയും കുറച്ചൊക്കെ അമേരിക്കയിലിട്ട് ഇപ്പൊ LNG LPG-യുടെ കേസിൽ മൂവ് ചെയ്യും. മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, നൈജീരിയ, അങ്കോള പോലുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങോട്ടും കുറച്ച് രാജ്യങ്ങൾ മാറും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
അവരെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന രാജ്യങ്ങൾ കുറച്ചൊക്കെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് തേടിപ്പോകും. അത് ഈ രാജ്യങ്ങൾക്ക് ചെറിയ രീതിയിൽ ക്ഷീണം ചെയ്യും. ആസ് ഓഫ് നൗ അവിടെയുള്ള മറ്റ് പാനലിസ്റ്റുകൾ അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുന്ന ആളുകൾ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം എനിക്കും താങ്കൾക്കും ഉൾപ്പെടെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുള്ള നാടുകളാണ്. മുന്നോട്ടും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ഒരു സന്ദേശം കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നത് സൂചിപ്പിച്ചത് ദുബായിലെ വിമാനത്താവളങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, US കോൺസുലേറ്റ് എന്നിവയെ ബാധിച്ച ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ പൗരന്മാരുടെയും സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും നേരെയുള്ള ഭീഷണികളെ നേരിടാൻ UAE സജ്ജമാണ് എന്നതാണ് ഷെയ്ഖ് മുഹമ്മദ് പുറപ്പെടുവിച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള ത്രെട്ടിനെ നേരിടാൻ സജ്ജമാണ് UAE എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ആ വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണമാണ് ഷെയ്ഖിൻ്റെതായി പുറത്തു വന്നത്. നമുക്കൊപ്പം ദുബായിൽ നിന്ന് അജി കുര്യാക്കോസ് കൂടി ചേരുകയാണ്. അജി, ഇത്തരം പ്രസ്താവനകൾ നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണോ? എന്താണ് ദുബായിലെ സിറ്റുവേഷൻ? ഇപ്പോൾ ലുലു ഗ്രൂപ്പൊക്കെ അവിടെ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ദൗർലഭ്യം നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ വില കൂടുന്ന സാഹചര്യമുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു ജനജീവിതത്തെ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ ബാധിച്ചിട്ടുള്ളത്? അൺമ്യൂട്ട് ചെയ്യുമോ? അജി മ്യൂട്ടാണ്, കേൾക്കാൻ പറ്റുന്നില്ല. ശരി, ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. നമുക്കറിയാവുന്നതുപോലെ ഇപ്പം കേരളത്തിനെ UAE സംബന്ധിച്ച് പറഞ്ഞോളൂ, കേൾക്കാം. ശരി, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. മ്യൂട്ടാണെന്ന് തോന്നുന്നു അജി. ശരി, ഞാൻ അജിയിലേക്ക് തിരിച്ചെത്താം. ശ്രീ PM നാരായണൻ, നോക്കൂ, ഇപ്പോൾ 1 കോടിയോളം വരുന്ന ജനസംഖ്യയാണ് ഗൾഫ് മേഖലയിലുള്ളത്. അവിടെ പല രാഷ്ട്രങ്ങളിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില കാഷ്വാലിറ്റികൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഏറ്റവും യഥാർത്ഥത്തിലുള്ള സാഹചര്യം എന്താണ് എന്നത് ഗൾഫ് രാഷ്ട്രങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്ങനെയാണ് ഇന്ത്യ ഈ സാഹചര്യങ്ങളെ കരുതേണ്ടത്? നമ്മൾ പല ഗൾഫ് മേഖലകളിലെയും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ട്. ഒരുപക്ഷെ ഇത് എസ്കലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ കരുതൽ ഇന്ത്യയെ സംബന്ധിച്ച് എടുക്കേണ്ടതുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ? അങ്ങനെയുള്ള സൂചനകൾ ഇപ്പോൾ ഗൾഫ് മേഖല നമുക്ക് നൽകുന്നുണ്ടോ? ആസ് ഓഫ് നൗ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഗൾഫ് രാജ്യങ്ങൾക്ക് മേലെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ അവസാനം അഭിമുഖീകരിച്ചത് ഈ ഇറാൻ ഇറാഖ് യുദ്ധം, അല്ലെങ്കിൽ കുവൈത്തിലെ ഇറാഖിന്റെ ഇൻവേഷൻ, ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളായിരുന്നു നമ്മൾ ഒരു കാലത്ത് അനുഭവിച്ചത്. ആ തരത്തിൽ ആ സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ ആ മേഖലയിൽ നിലനിൽക്കുന്നില്ല. പക്ഷെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം, ഗൾഫിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൾഫിന്റെ ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ട്. അതായത് ഇറാഖിന് മേലെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമൂഹത്തിന് മേലെ ഇത്രയും തീവ്രമായിട്ടുള്ള അറ്റാക്കുകൾ നടക്കുമ്പോൾ അവിടുത്തെ ജനസമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഭരണാധികാരികൾക്ക് കാലിബ്രേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, നമ്പർ 1. അതുപോലെ തന്നെ അതിന്റെ ഇക്കണോമിക് പൊട്ടൻഷ്യൽസ്, ഈ രണ്ടിനെയും ഇപ്പം മിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് ആ മേഖലയിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫിന്റെ ഒരു മെയിൻ ഇൻകം എന്നത് ഓയിൽ ആയിരുന്നു ഇത്രയും കാലം. പക്ഷെ ഓയിലിന്റെ ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഗൾഫിന്റെ ഓയിൽ ഇല്ലെങ്കിൽ പോലും ലോകത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കടന്നത്. അമേരിക്കയെല്ലാം
ഓയിൽ സെൽഫ് സഫീഷ്യന്റ് ആണ്. ഇപ്പം വെനിസ്വേലയും കൂടെ പിടിച്ചെടുത്തതോടെ ഓയിൽ എന്നുള്ളത് അതിന്റെ വിലപേശൽ മൂല്യം ഓൾമോസ്റ്റ് സീറോ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗൾഫിന് ഈ അമേരിക്കയോടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടോ ഒരു ബാർഗൈനിങ് സാധ്യതയില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗൾഫ് മേഖല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. വൻതോതിൽ മാറിയിട്ടുണ്ട് ഗൾഫ് മേഖല എന്ന് വെച്ചാൽ ഓയിൽ ഇക്കണോമിയിൽ നിന്നും മാറി ടൂറിസത്തിലേക്കും മറ്റ് ഇൻഡസ്ട്രിയിലേക്കും AI-യിലേക്കും ഒക്കെ മാറുന്ന ഒരു കാഴ്ച സൗദി അറേബ്യ അടക്കമുള്ള അവിടെയുള്ള സുഹൃത്തുക്കൾക്ക് കൂടുതൽ വ്യക്തമായി ഇത് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന നിരീക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഈ മേഖല വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോർ എക്സാമ്പിൾ ഈ ടൂറിസം മേഖലയിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നിർമ്മൽ സൂചിപ്പിച്ച പോലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നൽ പല രാജ്യങ്ങളെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആറ്റം ബോംബ് വീടാണെന്ന് പോകുന്നില്ല. പക്ഷെ ലോങ് ടേമിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഗൾഫ് മേഖലയ്ക്ക് ഈ യുദ്ധം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഓയിലിന്റെ വില വർധന എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധിയാണ്. ഈ കോവിഡിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ ഒരു 8 വർഷത്തെ 10 വർഷത്തെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓയിലിന്റെ വില കുറഞ്ഞു നിന്നു എന്നത് തന്നെയാണ് അതൊരു വലിയ ഫാക്ടറായി നമുക്ക് സഹായകമായി നിന്നുള്ളത്. അതായത് 2006-ലും 2008-ലൊക്കെ ഓയിലിന്റെ വില $108-120 ആയിരുന്നത് ഏകദേശം 60-നും 80-നും ഇടയ്ക്ക് മാത്രം നിലനിന്നിരുന്ന ഒരു 7-8 വർഷം നമ്മൾക്ക് കിട്ടി. അത് ഇന്ത്യയുടെ ഇക്കണോമിക് സാധ്യതയിലേക്ക് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓയിലിന്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഇക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാൽ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ തിരിച്ചു വരികയാണെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഇന്ത്യക്കുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ UAE അല്ലെങ്കിൽ സൗദി അറേബ്യക്കായിട്ട് ഇന്ത്യ ഈ ഭക്ഷ്യ സുരക്ഷയുമായി നമ്മൾ ഒരുപാട് എഗ്രിമെന്റിലെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. മേ ബി ആ മേഖലയിൽ ഇന്ത്യക്ക് GCC രാജ്യങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ആ മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്ന സംഘർഷം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചിന്തയ്ക്ക് വക നൽകുന്നുണ്ട്. ശരി, അജി കുര്യാക്കോസ് നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അജി, എന്റെ ക്വസ്റ്റ്യൻ താങ്കൾ നേരത്തെ കേട്ടതാണ്, മറുപടി പറഞ്ഞോളൂ. അല്ല, നമ്മളെ സംബന്ധിച്ച് മാഡം, ഇപ്പം UAE-നെ സംബന്ധിച്ചിടത്തോളം UAE എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ, ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ്. UAE-ക്ക് അകത്തുള്ള സുരക്ഷയ്ക്ക് പുറമെ UAE-യെ പുറത്തുനിന്ന് ആരെ ആക്രമിക്കാൻ വന്നാലും അതിനെ നേരിടാനുള്ള സുസജ്ജമാണ് UAE എന്നുള്ളത് UAE ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ളതാണ്, തെളിയിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ സേഫാണ്, സുരക്ഷിതമാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ആക്രമണം, ബാഹ്യശക്തികളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് മുന്നറിയിപ്പ് തരികയും അതിൽ മെസ്സേജുകൾ വരികയും അലാം വരികയും ആ അലാമിനെ തുടർന്ന് ആ ഭീഷണി ഒഴിഞ്ഞു പോയാൽ ഉടനെ തന്നെ നമുക്ക് തുടർന്ന് നിങ്ങൾ നിങ്ങളുടേതായ കർത്തവ്യങ്ങളിൽ മുഴുകിക്കോളൂ എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരികയും വളരെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് UAE-നെ ഒന്നടങ്കം കാത്തു പരിപാലിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു വിഷയമാണ്. മാത്രമല്ല അത് എല്ലാവർക്കും ഒരു മാതൃക കൂടി ആവേണ്ടതാണ്. മറ്റൊരു കാര്യം ഇവിടെയുള്ളത്, ഇപ്പം നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ കാര്യത്തിൽ, കാരണം നമുക്കറിയാം UAE എന്ന് പറയുന്നത് ഒരു കമേഴ്സ്യൽ മാർക്കറ്റാണ്, ഇവിടെ ഒരു ബിസിനസ് കൺട്രിയാണ്. മാത്രമല്ല ഇവിടെ ഒന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് എക്സ്പോർട്ട് വളരെ കുറവാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വ്യോമ അതുപോലെ തന്നെ കപ്പൽ മാർഗങ്ങളിലൂടെയുള്ള ഇറക്കുമതികൾ കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരിടാവുന്ന തരത്തിലുള്ള ചില വിലക്കയറ്റവും അതുപോലെ തന്നെ സാധനങ്ങളുടെ ലഭ്യതയും കുറവും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റുകൾ, നമുക്ക് വളരെ അധികം ഒന്നും പോകേണ്ട, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണ് ഈ സാധനങ്ങളുടെ ലഭ്യത കുറവും ഒപ്പം തന്നെ സാധനങ്ങളുടെ വിലക്കയറ്റവും. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നങ്ങളിൽ ഒന്നും ഉൾപ്പെടാതെ നിൽക്കുന്ന രാജ്യമായ UAE സംബന്ധിച്ച് അവർക്ക് പുറത്തു നിന്നുള്ള ത്രട്ട് അത് വളരെ ഭംഗിയായി നേരിടുന്നു. ഇപ്പോൾ ഉള്ള ചെറിയ പ്രതിസന്ധി അതിപ്പോ നമുക്ക് നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ് ഒക്കെ വളരെ കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം സിയാലിന്റെ കാർഗോ ചീഫ് പറഞ്ഞത് ഇവിടെ നിന്ന് 8500 ടണ്ണോളം സാധനങ്ങൾ UAE-യിലേക്ക് കയറ്റി വിടാനായിട്ടുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. അത് ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണെന്നൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു.
പക്ഷേ ഇവിടെ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രവാസികൾ GCC മേഖലകളിൽ നിന്നാണ് ഉള്ളത്. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ പ്രവാസികൾ വർക്ക് ചെയ്യുന്നതും GCC മേഖലകളിലാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികൾക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു മോറൽ സപ്പോർട്ടിന്റെ ഒരു കുറവുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി, മറ്റു മന്ത്രിമാരായിരുന്നാലും ശരി, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് പോലും അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ രാഷ്ട്രീയവൽക്കരിച്ച് പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക, നമ്മൾ സമാശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വാക്കുകളോ, അല്ലെങ്കിൽ ഒരു നേരത്തെ കൊറോണ മറ്റുള്ളത് പോലെ ഉണ്ടായപ്പോഴുള്ളത് പോലെ ഒരു പത്രസമ്മേളനം നടത്തി നമുക്ക് ഒരു ആത്മധൈര്യം തരുന്ന തരത്തിൽ. കാരണം നമുക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ കേൾക്കുന്ന വാർത്തകൾ എന്നും മിസൈലുകൾ വീഴുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡെബ്രിസുകൾ ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരും പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർഗം നമ്മുടെ ഭരണാധികാരികൾ തെരഞ്ഞെടുത്തില്ല എന്നൊരു വിഷമം മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഞങ്ങൾ ഇവിടെ സേഫ് ആണ്. പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഭരണാധികാരികളുടെ മിടുക്കുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നിർമ്മൽ, നോക്കൂ, ഇവിടെ ഇപ്പോ ബഹ്റൈനിൽ ഒരു വാട്ടർ ഡിസാലിനേഷൻ സെന്റർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആക്രമിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഇറാനിൽ ഖേസം എന്ന് പറയുന്ന ഐലൻഡിൽ അവരുടെ വാട്ടർ ഡിസാലിനേഷൻ സെന്റർ ആക്രമിക്കപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിലാണ് അത് തകർന്നത്. ആ കാര്യം ഇറാൻ ഫോറിൻ മിനിസ്റ്ററായ അറാക്ചി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഇറാൻ ആക്രമിക്കപ്പെടുന്നത് ആ സമയത്ത് അതിന് തത്തുല്യമായ ഒരു ആക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് നമ്മൾ ഈ സീരീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു ചെറുത്തുനിൽപ്പ് ഈ 9ാം ദിവസവും ഇറാൻ നടത്തുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? വിചാരിച്ചതിലും ശക്തമായ പ്രത്യാക്രമണം ഇറാനെ സംബന്ധിച്ചിപ്പോൾ സാധ്യമാകുന്നുണ്ടോ? അല്ല, ഇറാന്റെ സ്ട്രാറ്റജി ഇപ്പൊ സർവൈവൽ ആണ്. എനിക്ക് ഇതൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയും ഇസ്രായേലിനെയും നമ്മൾ കരുതുന്നത് എന്താ, അവർ ശക്തരാണ്, അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇത് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇറാഖി നടത്തിയതുപോലെ 20 ദിവസം കൊണ്ട് എല്ലാം തവിടുപൊടിയാക്കി കൈയേറാൻ സാധിക്കുന്ന ഒരു കാഴ്ചപ്പാട് പൊതുവെ കാണുന്ന മനുഷ്യർക്കുണ്ട്. എന്നാൽ ഇറാനെ കുറിച്ച് നമ്മൾ ഇൻഫീരിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അയ്യോ, ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്നു, ഇതിനൊക്കെ മിലിറ്ററി ബേസുകൾ ഗൾഫ് രാജ്യങ്ങൾ ഇൻഡയറക്ട്ലി ആണെങ്കിലും സഹായിക്കുന്നു, എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ കരുതും. പക്ഷെ യഥാർത്ഥത്തിൽ ഇറാൻ പൂർണ്ണ ശക്തിയിൽ അറ്റാക്ക് ചെയ്യുന്നതല്ല, കൂടുതലും സർവൈവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സർവൈവലിന് അവരെ സഹായിക്കുന്നത് ഇപ്പൊ അമേരിക്കയുടെ സ്ട്രാറ്റജി ഞാൻ മുമ്പ് പറഞ്ഞു, അവരും ഓപ്പൺ ആയിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അതായത് തലവന്മാരെ വധിക്കുക, ഖമനേയി ആണെന്നുണ്ടെങ്കിൽ ഖമനേയി കഴിഞ്ഞു വരുന്നയാളെ വധിക്കുക, അതിന് താഴെ നിങ്ങൾ 5 പേരെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 5 പേരെ വധിക്കുക എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ആയുധ ശേഖരത്തിന്റെ കേസിലാണെങ്കിലും റോക്കറ്റ് ലോഞ്ചേഴ്സും മിസൈൽ ലോഞ്ചേഴ്സും ഒക്കെ ഞങ്ങൾ എടുത്തു കളയും, അവസാനം നിങ്ങളെ വെടിയുണ്ട കാണും, വെടിവെക്കാൻ തോക്ക് കാണത്തില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇതിലൊക്കെ ഉപരി ഏറ്റവും വലിയ ഇറാന്റെ ഒരു അനുഗ്രഹം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡ്രോൺസ് സെൽഫായിട്ട് നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അവരുടെ ഡ്രോൺസ് അത്യാവശ്യം അതായത് വില കുറച്ച രീതിയിലുള്ള ഒരു $10,000-20,000 അവർക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിൽ പലതും ഒരു റഷ്യക്കൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഇത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ഡ്രോൺസ് നമ്മളിപ്പോ സംസാരിക്കുമ്പോഴും ഇറാനിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചീപ്പാണ്. പക്ഷെ ഈ $20,000 അല്ലെ $15,000 ഡ്രോൺ നശിപ്പിക്കാനായിട്ട് അതിന്റെ 10 ഇരട്ടി വിലയുള്ള ഇന്റർസെപ്ഷൻ ആണ് അമേരിക്കയും ഇസ്രായേലും പൈസ മുടക്കി ചെയ്യുന്നത്. അതാണ് അവരുടെ ഒരു വിജയം. കാരണം വളരെ ചീപ്പായിട്ട് ഒരു ആയുധം നശിപ്പിക്കാൻ അതിന്റെ 10 ഇരട്ടി കോസ്റ്റിലുള്ള ഇന്റർസെപ്റ്റർ നിങ്ങൾ വേസ്റ്റ് ആക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ അവിടെ ചെറിയ രീതിയിൽ സ്കോർ ചെയ്യുകയാണ്. ഈക്വൽ റിറ്റാലിയേഷൻ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാമോ? ഈക്വൽ റിറ്റാലിയേഷൻ ആണ്, പക്ഷെ ഈക്വൽ ഡാമേജ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന മിനിമൽ ഡാമേജ് അല്ല. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഈ മിലിറ്ററി ബേസുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ആക്രമണം നടത്തുന്നു. അത് കൂടുതൽ സിംബോളിക്കാ. ജനങ്ങളെ ഇപ്പം അങ്ങനെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടുതൽ ജനങ്ങളും ഇറാനിൽ മരണപ്പെടുന്നു. മാത്രമല്ല അവരുടെ മിസൈൽ ലോഞ്ചേഴ്സ് ഇല്ലാതാക്കുന്നു. അതേസമയം ഇസ്രായേലിന്റെ അമേരിക്കയുടെ അവർക്ക് കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മിലിറ്ററി ബേസിലൊക്കെ അവിടെ ഇവിടെ അറ്റാക്ക് നടത്താനും ഈ പറയുന്ന മിലിറ്ററി ബേസുകളുള്ള GCC രാഷ്ട്രങ്ങളിൽ അവിടെ ഇവിടെ ഡ്രോൺ അറ്റാക്സ് നടത്താനും ഡെബ്രി വീണുള്ള പരിക്കുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനെ ഒരു ഈക്വൽ റിറ്റാലിയേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ശക്തിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ തങ്ങൾക്കാകും എന്ന് ഇറാൻ കാണിക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് പിടിച്ചു നിൽക്കാനും അവർക്ക് കഴിയും, ഡ്രോണുകൾ ഉള്ളത് കൊണ്ട്. കാരണം ഇഷ്ടം പോലെ ഡ്രോണുകൾ അവരുടെ പക്കലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 100 കണക്കിന് ഡ്രോണുകൾ എല്ലാ ദിവസവും നിർമ്മിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അത് വെച്ച് തീർച്ചയായിട്ടും അറ്റാക്സ് തുടരാം, അല്ലെങ്കിൽ സർവൈവൽ തുടരാൻ അവർക്ക് സാധിക്കും. ശരി, ഫൈസൽ ബഹ്റൈനിലെ നിന്ന് തുടരുന്നുണ്ട്. ശ്രീ ഫൈസൽ,
ഈ വാട്ടർ ഡിസാലിനേഷൻ സെന്റർ ആക്രമിക്കുമ്പോൾ അത് 2-3 ഇടങ്ങളിൽ ഗൾഫ് മേഖലകളിൽ ഈ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ശുദ്ധജല ലഭ്യത എന്നത് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ ജലലഭ്യത അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഗൾഫ് മേഖലയെ സംബന്ധിച്ചുണ്ടോ? നിങ്ങളുടെ അവശ്യ വസ്തുക്കൾക്ക് ദൗർലഭ്യം നേരിടുന്ന സാഹചര്യമുണ്ടോ? ഇപ്പോൾ എന്തായാലും വലിയ രീതിയിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും 9 ദിവസത്തിന് മുൻപുള്ളതുപോലെയല്ല നിങ്ങളുടെ ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണോ? അല്ല, ഒരിക്കലുമല്ല. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനൊരു പ്രശ്നമേ ഇല്ല വെള്ളത്തിന്റെ. പക്ഷെ അത് തുടർന്നാൽ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും അത് വലിയൊരു സങ്കീർണത ഏറിയ ഒരു പ്രശ്നം തന്നെയായി മാറും. കാരണം കുടിവെള്ളം മാത്രമല്ല, കുളിവെള്ളം പോലും മുട്ടിപ്പോകുന്ന ഒരവസ്ഥ വരും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് എല്ലാ ഗൾഫ് നാടുകളിലും ശുദ്ധജലവും മറ്റ് ആവശ്യത്തിനുള്ള ജലവും എത്തിക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. നിലവിൽ സുലഭമാണ് ജലം. ഇതുവരെ എങ്ങനെയാണോ പോയിരിക്കുന്നത് അങ്ങനെ തന്നെ. അപ്പൊ വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാണ്, നമ്മളെല്ലാവരും യുദ്ധത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം ഈ യുദ്ധം നിന്നുകെട്ടാനുള്ള ചർച്ച ഇവിടെയും നടക്കുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന സമ്മർദ്ദം മുഴുവൻ ചെലുത്തി ഈ യുദ്ധത്തെ ഇന്ത്യ മുൻകൈ എടുത്ത് നിർത്തേണ്ടതുണ്ട്. എങ്കിലേ ഇന്ത്യ ലോകത്തിൽ മികവ് പുലർത്തുന്ന ഒരു രാജ്യം എന്ന് എടുത്തു പറയപ്പെടുകയുള്ളൂ. പ്രത്യേകിച്ച് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം ഏറ്റവും അധികം ബാധിക്കുന്നത് നേരത്തെ പലരും സംസാരിച്ചതുപോലെ തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെയായിരിക്കും. ഗൾഫിലെ കൂട്ട ഒഴിച്ചുപോക്കോ അല്ലെങ്കിൽ ഭക്ഷണ സാമഗ്രികളും മറ്റും കയറ്റിയാക്കുന്ന സംവിധാനമോ നിന്നാൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന അവസ്ഥ വളരെ ദയനീയമായിരിക്കും. എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് മുൻകൈ എടുത്തു 140 കോടി ജനങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം എങ്ങനെ ഇല്ലാതാക്കും എന്ന് നമ്മൾ ആലോചിക്കുകയും അതിന് മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്നാണ്. ശരി, ശ്രീ PM നാരായണൻ, ഈ ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത്തരം സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കാനുള്ളൊരു ബാധ്യത ഇന്ത്യയെ സംബന്ധിച്ചു കൂടിയുണ്ടോ? കൂടുതൽ ഉത്തരവാദിത്വം ഈ വിഷയങ്ങളിൽ ഇന്ത്യ കാട്ടേണ്ടതുണ്ടോ? ഇപ്പോൾ തന്നെ നമ്മൾ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടയിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന്, കണ്ടോളൻസ് രേഖപ്പെടുത്തി വിക്രം മിസ്ത്രി അവിടെ എത്തി എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഇറാന്റെ ഷിപ്പിന് അഭയം നൽകി എന്ന 2 സ്റ്റെപ്പാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിനപ്പുറം ഈ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുക, അതിനുള്ള ശ്രമങ്ങളിൽ തങ്ങളുടെ സന്നദ്ധത അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇന്ത്യ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതുണ്ടോ? ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഗാസയിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും എല്ലാം ലോകരാജ്യങ്ങൾ അപലപിക്കുന്നതിലപ്പുറം ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ കാര്യമായ ഒന്നും ഒരു സ്ഥലത്തും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമായി ഡിസ്പ്രപ്പോർഷനേറ്റ്ലി കൂടുതലായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 140 കോടി ജനങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അറബ് മേഖലയുടെ മൗനം നോക്കൂ. ഗാസ യുദ്ധത്തിലാണെങ്കിലും അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലും അറബ് മേഖല മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അറബ് മേഖലയെ മാറ്റി നിർത്തിയാൽ യൂറോപ്യൻ യൂണിയൻ ഒരു ശബ്ദമുണ്ട്. സ്പെയിൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഒരു രാജ്യവും ഇതിനെതിരെ ഒരു ശബ്ദം പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത. നമ്മൾ ലോക രാജ്യങ്ങളെല്ലാം തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെല്ലാം അനുഭവിക്കുന്ന വലിയൊരു ദുരന്തം. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിപ്ലോമസിയിലും ഇത്തരത്തിലുള്ള നെഗോസിയേഷൻസ് എല്ലാം ഇത്തരത്തിൽ നടക്കുന്നത്. ഇന്ത്യ ഇറാൻ ബന്ധം എന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ബന്ധമാണ്. മാത്രമല്ല, പല ഘട്ടങ്ങളിലും ഇന്ത്യക്ക് ഈവൻ കാശ്മീരിന്റെ വിഷയത്തിൽ പോലും ഇന്ത്യയോട് അനുകൂലമായി നിലപാടെടുത്ത രാജ്യമാണ് ഇറാൻ. മാത്രമല്ല, ഇപ്പം ചബഹാർ പോർട്ടിൽ ഇന്ത്യയുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇറാൻ ബന്ധം എന്നത് വളരെ വളരെ ചരിത്രപരമായി വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യക്ക് ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്തതിൽ കൂടുതൽ ഡിസ്പ്രപ്പോർഷനായിട്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് കരുതുന്നതിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീ സലിം ചോലമുഖത്ത് നോക്കൂ, നമുക്കറിയാം ഗാസ വിഷയത്തിൽ ഉൾപ്പെടെ അറബ് രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ ഇടപെട്ടതെന്ന് നമുക്ക് കാണാം. ഒരു സമാധാന ടേബിളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ എന്തൊക്കെ ഇടപെടൽ നടത്തിയതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ GCC ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രങ്ങളുടെ മുൻഗണനയിൽ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സമാധാന ശ്രമങ്ങൾ തുടങ്ങും എന്നതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട് കൂടി ഇവർക്ക് സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ?
നോക്കൂ, നമ്മളെല്ലാവരും കരുതുന്ന പോലെ ഇത് ദീർഘകാലം നീണ്ടുപോയാൽ എല്ലാവരെയും അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഇന്ത്യയെയും ഇത് ദോഷകരമായി ബാധിക്കും. കാരണം നമ്മൾ നേരത്തെ ശ്രീ PM നാരായണൻ പറഞ്ഞ പോലെ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് ഇതിൽ കൃത്യമായ റോൾ വഹിക്കേണ്ടതുണ്ട്. കാരണം 90 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാർ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവൻ പരമപ്രധാനമാണ് എന്ന് ഗവൺമെന്റ് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് ഇന്ത്യ മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം. ഏതായാലും ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ലോകത്ത് എവിടെയാണെങ്കിലും തുടരുന്നത് ആർക്കും ഗുണകരമല്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടി പറയട്ടെ. നേരത്തെ ശ്രീ അജി കുര്യാക്കോസ് പറഞ്ഞ അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടായിരിക്കാം ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ വിത്തിൻ 24 hours നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രി ഞാൻ ഉൾപ്പെടെയുള്ള ലോക കേരള സഭാംഗങ്ങളിൽ ഈ GCC രാജ്യങ്ങളിലെല്ലാമുള്ള ലോക കേരള സഭാ പ്രതിനിധികളെ ഓൺലൈനായിട്ട് വിളിച്ചുകൂട്ടി വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പല തവണ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ട് മാത്രമല്ല നോർക്ക നേരിട്ട് ഇടപെട്ട് ഒരു ഹെൽപ്പ് ലൈൻ കഴിഞ്ഞ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ കഴിഞ്ഞ 8 ദിവസമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി 1000-ലധികം വരുന്ന ആളുകളുടെ പരാതികൾ ഇതിനകം സമയപരിമിതി ഞാൻ ഇടപെടുന്നു എന്നേ ഉള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ആശ്വാസകരമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഇതുവരെ ഇല്ല എന്നതുകൂടിയാണ് നമ്മളോട് പങ്കെടുത്ത പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 9ാം ദിവസവും വലിയ രീതിയിൽ പ്രത്യാക്രമണങ്ങൾ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ത്യൻ സ്കോർ 150 അടുക്കുകയാണ്. 1 വിക്കറ്റ് നഷ്ടത്തിൽ 143 എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്കോർ. ഇനി ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കടക്കാം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.